പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഈ കൊല്ലത്തെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠം ദശമഃ പാഠഃ ശിക്ഷാനുശാസനം എന്നതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് പാഠത്തേക്ക് എത്തി നിൽക്കുകയാണ്. 9 പാഠം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നിറവിലാണ് ഇനിയിപ്പോൾ നമ്മൾ 10ാമത്തെ പാഠം പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ശിക്ഷാനുശാസനം. ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നാണ് അർത്ഥം. അനുശാസനം എന്ന് പറഞ്ഞാൽ ഉപദേശം, അതായത് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അനുശാസനം. ഉപദേശം, ശിക്ഷ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ട ഉപദേശങ്ങൾ. വിദ്യാഭ്യാസം ഏത് തരത്തിലായിരിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതിനെക്കുറിച്ചുള്ള ചില ഉപദേശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. ചെറിയ പാഠമാണ്, വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാഠം കൂടിയാണ് കേട്ടോ. പാഠപ്രവേശഃ. സത്യമേവ ജയതേ അഹം ബ്രഹ്മാസ്മി തത്വമസി ഇത്യാദീനി സൂക്താനി ഭവന്തഃ പൂർവം ശ്രുതവന്തഃ കില. സത്യമേവ ജയതേ, സത്യമേ ജയിക്കൂ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാനാണ് ബ്രഹ്മം. തത്വമസി, അത് നീ തന്നെയാണ്. ഇത്യാദീനി സൂക്താനി, എന്നിങ്ങനെയുള്ള സൂക്തങ്ങൾ. സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ സുഭാഷിതം പോലെയുള്ള ചെറിയ ചെറിയ വാക്യങ്ങൾ, മഹാവാക്യങ്ങളെന്ന് പറയുന്നത് ഉപനിഷത്തുക്കളിലെ വാക്യങ്ങളാണിവ. അങ്ങനെ ബ്രഹ്മതത്വത്തെ വിവരിക്കുന്ന 4 മഹാവാക്യങ്ങളുണ്ട്. അതിൽ 3 ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. സത്യമേവ ജയതേ, സത്യമേ ജയിക്കൂ. മുണ്ടകോപനിഷത്തിലുള്ളതാണത്. അത് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ ഒരു മോട്ടോവും കൂടിയാണ്, സത്യമേവ ജയതേ. നമ്മുടെ നാണയത്തിലൊക്കെ കാണാറുണ്ടല്ലോ, സത്യമേ ജയിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അത് ബൃഹദാരണ്യക ഉപനിഷത്തിലുള്ളതാണ്. തത്വമസി എന്നുള്ള മഹാവാക്യം ഛാന്തോഗ്യോപനിഷത്ത്, അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ മറ്റൊന്നുകൂടിയാണ്. അങ്ങനെ 4 മഹാവാക്യങ്ങളായിട്ട് സ്വീകരിച്ചത്. ഈ ഉപനിഷത്ത് വാക്യങ്ങളാണ് താനും. ഇത്യാദീനി സൂക്താനി ഭവന്തഃ, ഭഗവാന്മാരെ പൂർവം ശ്രുതവന്തഃ കില, നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളവയല്ലേ, കേട്ടിട്ടുണ്ടാകുമല്ലോ. ഓർക്കില്ല, കേൾക്കാത്തവരാണ് അധികം പേരും. എങ്കിലും ഇപ്പോൾ കേട്ടോളൂ, ഇതെല്ലാം ഉപനിഷത്ത് വാക്യങ്ങളാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഐതരേയോപനിഷത്തിലുണ്ട്. അതും ഈ 4 മഹാവാക്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സത്യമേവ ജയതേ അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ. സത്യമേവ ജയതേ മുണ്ടകോപനിഷത്ത്, അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യകോപനിഷത്ത്, തത്വമസി ഛാന്തോഗ്യോപനിഷത്ത്, പ്രജ്ഞാനം ബ്രഹ്മ ഐതരേയോപനിഷത്ത്. ഈ 4 വാക്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇത്യാദീനി സൂക്താനി ഭവന്തഃ, ഇങ്ങനെയുള്ള സൂക്തങ്ങൾ ഭവന്തഃ ഭവാന്മാർ നിങ്ങൾ പൂർവം ശ്രുതവന്തഃ കില, മുമ്പ് കേട്ടിട്ടുള്ളവരല്ലേ എന്നർത്ഥം. ഏതാനി സൂക്താനി, ഈ സൂക്തങ്ങൾ, സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഉക്തികൾ. അസ്മത് സംസ്കൃതേഹേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ദിശാസൂചകാനി ഭവന്തി, ദിശയെ സൂചിപ്പിക്കും. നമ്മുടെ സംസ്കാരം എങ്ങോട്ടാണ്, നമ്മുടെ സംസ്കാരം എങ്ങനെയുള്ളതാണ് എന്നതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ സൂക്തങ്ങൾ. വാക്യാനി ഇമാനി ഉപനിഷത്സു വർത്തന്തേ, ഈ വാക്യങ്ങൾ ഇമാനി വാക്യാനി, ഈ വാക്യങ്ങൾ ഉപനിഷത്സു വർത്തന്തേ, ഉപനിഷത്തുക്കളിൽ വർത്തിക്കുന്നു, ഉപനിഷത്തുക്കളിൽ ഉള്ളതാണ് എന്നർത്ഥം. വിവിധാനാം സംസ്ഥാനാം ധ്യേയവാക്യത്വേന സ്വീകൃതാനി ഇമാനി, ഈ സൂക്തങ്ങൾ ഒരുപാട് സംസ്ഥകൾ, ഒരുപാട് സംഘടനകൾ അവരുടെ ധ്യേയവാക്യമായിട്ട്, അവരുടെ മോട്ടോ ആയിട്ട് സ്വീകരിച്ചിട്ടുമുണ്ട്. പ്രസിദ്ധാഹ കാശ്ചന അന്യാഹ സൂക്തീഹി പരിചിനമഹ, ഇനി നമുക്ക് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇനി പ്രശസ്തങ്ങളായിട്ടുള്ള മറ്റ് സൂക്തികളും കൂടി നമുക്ക് പരിചയപ്പെടാം. പരിചിനുമഹ, നമുക്ക് പരിചയപ്പെടാം എന്നർത്ഥം. ഈ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടുന്നു. ആമുഖം. സംസ്കൃത സാഹിത്യം വൈദികം ലൗകികം ചേരി ദ്വിവിധം ഭവതി. സംസ്കൃത സാഹിത്യം വൈദിക സാഹിത്യമെന്നും ലൗകിക സാഹിത്യമെന്ന് 2 തരത്തിലാണ്. ദ്വിവിധം, ദ്വിപ്രകാരകം ഭവതി എന്നർത്ഥം. ലൗകിക സാഹിത്യേ മഹാകാവ്യ നാടക ആദീനി പ്രസിദ്ധാനി ഭവന്തി. ലൗകിക സാഹിത്യം എന്ന് പറയുന്നത് മഹാകാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, നാടകങ്ങൾ, സ്തോത്രഗ്രന്ഥങ്ങൾ, അതെല്ലാം ലൗകിക സാഹിത്യത്തിൽപ്പെട്ടതാണ്. ചമ്പുക്കൾ, പ്രബന്ധങ്ങൾ, ഇവയെല്ലാം ലൗകിക സാഹിത്യത്തിൽപ്പെട്ടാണ്. വൈദിക സാഹിത്യം, ഇനി വൈദിക സാഹിത്യം, വേദസാഹിത്യം എന്ന് പറയുന്നത് വേദാഹ, വേദങ്ങൾ, വേദാംഗാനി, വേദാംഗങ്ങൾ, ഉപനിഷത്തുക്കൾ വെച്ചാൽ
ഉപനിഷദഃ ച ഉപനിഷത്തുക്കളും പ്രസിദ്ധാനി ഭവന്തി. വേദങ്ങൾ നിങ്ങൾക്കറിയാം 4 ഋക്ക് യജുസ് സാമ അഥർവം. വേദാംഗങ്ങളാണെങ്കിൽ ശിക്ഷ, വ്യാകരണം, കൽപ്പം, ജ്യോതിഷം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. ഛന്ദസ് ഇതൊക്കെ അറിയാവുന്നത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ പരിചയപ്പെടും, അറിയാതിരിക്കില്ല. വേദാംഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വേദാംഗാനി ഉപനിഷദഃ ച പ്രസിദ്ധാനി, ഉപനിഷത്തുക്കളും. അപ്പോൾ വൈദിക സാഹിത്യത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവ. മഹാകാവ്യേഭ്യഃ സ്വീകൃതാനി, മഹാകാവ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാനിചന സുഭാഷിതാനി, ചില സുഭാഷിതങ്ങൾ പൂർവസ്മിൻ പാഠേ പഠിതവന്തഃ, മുമ്പത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് 9ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഏത് ആരുടെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഭാരവിയുടെ കിരാതാർജുനീയത്തിൽ നിന്ന് പഠിച്ചു, കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രത്തിൽ നിന്ന് പഠിച്ചു, ബുദ്ധചരിത്രത്തിൽ നിന്ന് പഠിച്ചു. ഇങ്ങനെ പല പദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സുഭാഷിത ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതാനും ഇപ്പോൾ വേദാനാം അന്തഃ ഇത്യർത്ഥേ, വേദങ്ങളുടെ ഒടുവിലത്തെ ഭാഗം എന്നുള്ള അർത്ഥത്തിൽ വേദാന്തൈരി പ്രസിദ്ധാം, വേദാന്തമെന്ന് പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷദം പരിചിതമഹ, ഉപനിഷത്തിനെ നമുക്ക് പരിചയപ്പെടാം. ഇനി ഉപനിഷത്തുക്കൾ 108 എണ്ണം ഉണ്ട്. അതിൽ ദശോപനിഷത്തുക്കൾ, അതായത് 10 ഉപനിഷത്തുക്കൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അതിൻ്റെ പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈശകേന കഠപ്രശ്നമുണ്ട മാണ്ഡൂക്യ തൈത്തിരീയ ഐതരേയ ഛാന്തോക്യ ബൃഹദാരണ്യകം, ഇങ്ങനെയാണ് അതിൻ്റെ പേരുകൾ. അപ്പോൾ ഞാനത് അങ്ങനെ ശ്ലോകരൂപത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈശോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ഛാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത് ച, ഇവയൊക്കെ പ്രസിദ്ധാഹ ദശോപനിഷദഃ, പ്രസിദ്ധങ്ങളായ 10 ഉപനിഷത്തുകളാണ്. 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ 10 എണ്ണത്തിൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ നിന്നൊക്കെ ധാരാളം സൂക്തികൾ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കന്ന് അത് ഇന്ന ഉപനിഷത്തിൽ നിന്നാണെന്നൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾക്കത് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത് ആ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അറിയാതെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാം. ഈശം, കേനം, കഠം, പ്രശ്നം, ഉണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ഛാന്തോക്യം, ബൃഹദാരണ്യകം ച പ്രസിദ്ധാഹ ദശോപനിഷ. ഈ ഉപനിഷത്തുക്കളെല്ലാം ഓരോരോ വേദങ്ങളുടെ ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. നിങ്ങളത് ലൗകികമായ ഒരു ഉപയോഗത്തിന് എടുക്കില്ല. അതുകൊണ്ടൊക്കെ വിസ്തരിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലുതാകുമ്പോൾ ആരെങ്കിലും സംസ്കൃത സാഹിത്യം മെയിനെടുത്ത് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് പഠിക്കും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പാഠം പഠിപ്പിക്കുന്നതിനിടയിൽ ഈ ഉപനിഷത്തുക്കളുടെ മാഹാത്മ്യമൊക്കെ പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ഈ കഠോപനിഷത്തൊക്കെ വളരെ പ്രശസ്തങ്ങളായിട്ടുള്ളവയാണ്. നചികേതസ് എന്ന് പറയുന്ന ഒരു ബാലൻ സത്യമന്വേഷിച്ച് പുറപ്പെടുന്നതൊക്കെയാണ്. യമധർമ്മൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് യമധർമ്മനെ കണ്ട് ജനനമരണങ്ങളുടെ സത്യം എന്താണെന്നറിയാൻ ഒരു ചോദ്യം ചോദിച്ചു. അത് ദേവന്മാർ പോലും ഇക്കാര്യത്തിൽ സംശയാലുക്കളാണ്. പിന്നെ നിന്നോട് ഞാനതെങ്ങനെ പറയുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യമധർമ്മൻ ബാലനെ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നചികേതസിനെ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നചികേതസ് ഉറച്ചു ഞാനതറിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം ആത്മോപദേശം കൊടുത്ത് പറഞ്ഞയക്കുന്നത്. അതൊക്കെ രസകരങ്ങളായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. അതിൻ്റെയൊക്കെ മലയാള തർജ്ജമയൊക്കെ വായിക്കാൻ കിട്ടും കുട്ടികളെ. നിങ്ങൾക്ക് മനസ്സിന് പ്രചോദനം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണമെന്ന് പ്രചോദനം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. മറ്റു ഉപനിഷത്തുക്കളും മലയാളത്തിൽ വ്യാഖ്യാനമുള്ളതൊക്കെ ഉണ്ട്. രസകരങ്ങളായ കഥകൾ ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുക്കളാണ് അവയൊക്കെ. അത് മലയാളത്തിൽ വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പോഴാണ് സംസ്കൃതം പഠിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു മഹിമ നമ്മളിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അഭിമാനം. സംസ്കൃത ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒരഭിമാനമായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെ എപ്പോഴെങ്കിലും കുറച്ച് വലുതായിട്ടായാലും മതി, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടായാലും മതി, അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്തായാലും മതി, ഉപനിഷത്തുക്കളുടെ കർമ്മങ്ങളെല്ലാം മലയാളത്തിൽ കിട്ടും. അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ നചികേതസിനെ, കഠോപനിഷത്തിലെ കഥാപാത്രം നചികേതസിനെയൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി പൂർവികാണാം ഋഷിവര്യാണ്, പൂർവികരായ മഹർഷിമാരുടെ, ഋഷിവര്യാണ്, വര്യഹ എന്നുള്ളതിന് ശ്രേഷ്ഠ എന്നർത്ഥമാണ്. ഋഷിവര്യ എന്ന് പറഞ്ഞാൽ മഹർഷിവര്യന്മാരുടെ, ശ്രേഷ്ഠന്മാരായ മഹർഷിമാരുടെ ദർശനാന്യേവ, ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ. അവർ പ്രപഞ്ച ജീവിതത്തെ എങ്ങനെ നോക്കിക്കണ്ടു, അതാണ് ദർശനം എന്ന് പറയുന്നത്. ദൃശ്യതയെ അനേന ഇത് ദർശനം എന്നാണ്. ഏത് കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ലോകസത്യത്തെ കണ്ടറിയുന്നത്, അതാണ് ദർശനങ്ങൾ.
ദർശനാന്യേവ ഉപനിഷത്സു പ്രതിപാദിതോ വിഷയ. ഉപനിഷത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരായ മഹർഷിമാർ ലോകത്തെ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. തൈത്തിരിയോപനിഷത ശിക്ഷാവല്ലീത. തൈത്തിരിയോപനിഷത്തിലെ ശിക്ഷാവല്ലി എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അധ്യായത്തിൻ്റെ പേരാണ് ഈ വല്ലി എന്നുള്ളത്. തൈത്തിരിയോപനിഷത്തിൻ്റെ ശിക്ഷാവല്ലീത, ശിക്ഷാവല്ലിയിൽ നിന്നും, ശിക്ഷ എന്ന അധ്യായത്തിൽ നിന്നും കശ്ചനാംശ, ചെറിയൊരു ഭാഗം പാഠഭാഗത്വേന സ്വീകൃത, ഇവിടെ നമ്മുടെ പാഠഭാഗമായി സ്വീകരിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഗുരുകുലേ വസൻ ശിഷ്യ. ഗുരുകുലത്തിൽ, പണ്ടൊക്കെ ഗുരുകുലത്തിൽ താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. ഗുരുവിൻ്റെ വീട്ടിൽ കുറേയധികം കുട്ടികൾ ഒരുമിച്ച് അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിവ് സമ്പൂർണ്ണമാകുന്നുണ്ട്. അതെന്താണ് അങ്ങനെ അവിടെ മാത്രമേ ഈ അറിവ് സമ്പൂർണ്ണമാണെന്ന് വെച്ചാൽ രാത്രിയിലും പകലുമെല്ലാം ഗുരുവിൻ്റെ സാമീപ്യം അനുഭവിക്കുകയാണ്. ഗുരുവാണെങ്കിൽ വളരെ നിഷ്പ്രഹന്മാരായിരിക്കും. അവർ വലിയ വലിയ ആഗ്രഹങ്ങളുള്ളവരല്ല. കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ദക്ഷിണ കൊടുത്ത് ആ ഗുരുത്വം വാങ്ങി അവർ തിരിച്ചു പോകുന്നവരാണ്. ഗുരുക്കന്മാർ ആർത്തിയുള്ളവരായിരുന്നില്ല. ഇന്നത്തെ ഗുരുക്കന്മാർ അങ്ങനെയല്ല, ശമ്പളത്തിനൊക്കെ ആർത്തിയുള്ളവരാണ്. കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അങ്ങനെ ആർത്തി സ്വയമേവ മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെടും. അധ്യാപനം ഒരു തൊഴിലായി കാണുന്നവരാണ്. അതുകൊണ്ട് അവർ നൽകുന്ന ജ്ഞാനവും അത്ര സമ്പൂർണ്ണമാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അന്നത്തെ ഗുരുകുലത്തിൽ താമസിച്ചിരുന്ന കുട്ടി ഇപ്പം ഗുരുവിൻ്റെ സാമീപ്യം എപ്പോഴും ഉണ്ട്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും. അത് കുളിക്കാനൊക്കെ പുഴയിലേക്കാണ് പോകുന്നത്. ചിലപ്പോൾ ആ കുളിക്കാൻ ശിഷ്യരെയും ഒത്ത് പോകുന്ന സന്ദർഭത്തിലായിരിക്കും ഏതെങ്കിലും ഒരു കാര്യം കാണുന്നു, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആ ജ്ഞാനവും കൂടി കിട്ടി. അപ്പോൾ പുസ്തകജ്ഞാനം മാത്രമല്ല ഗുരുകുലത്തിൽ പഠിച്ച വ്യക്തികൾക്ക് കിട്ടുന്നത്, ഒരുപാട് ബാഹ്യമായിട്ടുള്ള ജ്ഞാനവും കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് അന്ന് ഗുരുകുലത്തിൽ പഠിച്ച ആളുകൾ സമ്പൂർണ്ണമായിട്ടും അറിവുള്ളവരായി മാറിയിരുന്നത്. നമുക്കറിയാം സദാസമയം ഗുരുവിൻ്റെ സാമീപ്യം ഉണ്ടാവും. അവർക്ക് എന്ത് സംശയം വന്നാലും അപ്പോൾ ചോദിക്കാം. ഇന്നാണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സമയബന്ധിതമാണ് ഇന്നത്തെ പഠിപ്പിക്കലും പരീക്ഷ എഴുതിക്കലുമല്ല. ഇപ്പോൾ 10 മാസക്കാലം കൊണ്ട് 10 പാഠം പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു പീരീഡിന് 40 മിനിറ്റേ ഉള്ളൂ. ആ 40 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു പാഠം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാഠത്തിൻ്റെ ഭാഗം ഉണ്ടാവും. അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ അധ്യാപകരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരീക്ഷയും പഠനവുമെല്ലാം സമയബന്ധിതമായി തീർന്നതിൻ്റെ ഒരു പോരായ്മ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പരീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ്? ഗുരുവാണ് പരീക്ഷയും. ഗുരു തന്നെ കുറേ ശിഷ്യന്മാരെ ഗുരു തന്നെയാണ് പരീക്ഷിച്ചറിയുന്നത്. അവനെ ഇന്നതുപോലെ ഇത്രത്തോളം പഠിച്ച് മിടുക്കനായി എന്ന് തീരുമാനിക്കുന്നത്. അത് പരീക്ഷ എഴുതിയിട്ട് മാത്രമായിരുന്നില്ല. ഗുരുവിനറിയാം ഇന്ന ആൾ ഇന്നതുപോലെ സമ്പന്നനായിട്ട്, വിദ്യ കൊണ്ട് സമ്പന്നനായി എന്നറിയാം. ഇന്നാണെങ്കിലോ പരീക്ഷകൾ വയ്ക്കുന്നു, അതിൽ കോപ്പി അടിക്കാൻ സാധ്യതയുണ്ട്, ചോദ്യപേപ്പർ മുന്നേ കിട്ടാൻ അവസരങ്ങളുണ്ട്, കാശ് കൊടുത്ത് ചോദ്യപേപ്പർ മേടിച്ചെന്നിരിക്കും. അങ്ങനെ എന്തെല്ലാം അഴിമതികളിലൂടെ കടന്നു പോകുന്നുണ്ട് പരീക്ഷാ സമ്പ്രദായം. ഈ പരീക്ഷാ സമ്പ്രദായം തന്നെയാണ് ഒന്നും അറിയാത്തവനെ 1-ാം ക്ലാസ്സിൽ ജയിപ്പിച്ച് 2-ാം ക്ലാസ്സിലേക്ക് ഇരുത്തുന്നു. എന്താ കാരണം? അയ്യോ കുട്ടിക്ക് മാനസിക സംഘർഷം ഉണ്ടാവും. അപ്പോൾ പണ്ട് പഠിച്ചിരുന്ന പിള്ളേർക്കാർക്ക് മാനസിക സംഘർഷം ഇല്ലേ? ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ ജയിക്കുമായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. എല്ലാ കുട്ടികളും ജയിച്ചില്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ആത്മഹത്യ ചെയ്താലോ, തോറ്റെന്ന് പറഞ്ഞാൽ കുട്ടി ആത്മഹത്യ ചെയ്യണം, അവനെ ജയിപ്പിച്ചേക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ. അതുകൊണ്ട് പഠിക്കാത്തവർക്ക് മാർക്കൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു പഠനമായിരുന്നില്ല, സമ്പൂർണ്ണമായൊരു പഠനമായിരുന്നു പണ്ട് കാലത്ത് നടന്നത്. അതാണ് ഗുരുകുലേ വസൻ ശിഷ്യ. ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ചിരുന്ന ശിഷ്യൻ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട്, പരിസമാപ്യ എന്ന് പറയുന്നത് പൂർത്തിയാക്കിയിട്ട്, ഗുരുദക്ഷിണാം ധാതുകാമഹ, ഗുരുദക്ഷിണ നൽകുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്, ധാതുകാമഹ, ധാതും കാമഹ യസ്യ, കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? അവനാണ് ധാതുകാമഹ. ആചാര്യമുപഗമ്യ അവതത്, ആചാര്യൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അധ്യാപകൻ്റെ അടുത്തെന്ന്, ഗുരുവിൻ്റെ അടുത്തെന്ന് പറഞ്ഞു. ശിഷ്യ ഭോ ആചാര്യ അഭിവാദേ, അല്ലയോ ആചാര്യ ഞാനിതാ അഭിവാദനം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറില്ലേ നമസ്തേ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് സംഭവം. മമ അധ്യയനം സമാപ്തം, എൻ്റെ പഠിപ്പ് കഴിഞ്ഞുവല്ലോ. ഇനി ഭവതാ ഉക്തം, എൻ്റെ പഠിപ്പ് കഴിഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതഹ, അതുകൊണ്ട് ഗൃഹം ഗന്ധുകാമോഹം, വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന, ഗന്ധുകാമഹ, ഗന്ധും കാമഹ യസ്യ സഹ, ഗമിക്കുവാൻ ആഗ്രഹമുള്ളവൻ, ഗൃഹം ഗന്ധും അഭിലഷൻ, വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവനായ അഹം ഞാൻ, ഭവതേ ദക്ഷിണാം പ്രദാതുമിച്ഛാമി, ദക്ഷിണ നൽകാൻ ആഗ്രഹിക്കുന്നു. ആചാര്യ പ്രദാതും അധികം ഇച്ഛാമിയാണ് കേട്ടോ, നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആചാര്യ വത്സ ദീർഘായുർഭവ, നീ ദീർഘായുസ്സായിരിക്കട്ടെ. ഭവാദൃശാനാം ശിഷ്യാണാം, നിന്നെപ്പോലെയുള്ള ശിഷ്യരുടെ, ഭവാദൃശാനാം നിന്നെപ്പോലെയുള്ള, ത്വാദൃശാനാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ,
ഏതാദൃശാനാം ഇത്തരത്തിലുള്ളവർ, മാതൃശാന എന്നെ പോലുള്ളവർ എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കുക. ഭവാദൃശാനാം ശിഷ്യാണാം സ്നേഹ ഏവ, നിന്നെപ്പോലുള്ള ശിഷ്യരുടെ സ്നേഹം മാത്രമാണ് അസ്മാദൃശാനാം ആചാര്യാണാം ദക്ഷിണ, എന്നെപ്പോലുള്ള അധ്യാപകർക്കുള്ള ദക്ഷിണ. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ദക്ഷിണ എന്ന് പറഞ്ഞു. ശിഷ്യത്തിന് അങ്ങനെയാണോ? സ്നേഹം കിട്ടിയാൽ പോരല്ലോ. ഒരു മണിക്കൂറിന് 500 രൂപ ഫീസ് എന്നൊക്കെ പറയും. നിങ്ങൾ വിദ്യാഭ്യാസ ഏജൻസികളുടെ വലയിൽ കുടുങ്ങി കിടക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളം പേരുണ്ട്. അവരെന്തൊക്കെ വിശേഷിച്ച് പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ, ഒരു മാസം 1 മണിക്കൂർ, ഒരു മാസത്തിൽ എല്ലാ ദിവസമൊന്നും ഉണ്ടാവില്ല, 5 ദിവസം ഇതിലൊക്കെ ഉണ്ടാവുള്ളൂ. 20 ദിവസം പഠിപ്പിക്കുമ്പോഴത്തേക്കും 5000 6000 രൂപയൊക്കെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പഠിപ്പിക്കലിന് ഒരു 600 രൂപയെങ്കിലും ചിലവാകും, 600 300 ചിലവാകും. അപ്പോൾ അങ്ങനെ വൻപിച്ച ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. പണ്ടത്തെ ആചാര്യൻ അങ്ങനെ ആയിരുന്നില്ല. അന്നൊക്കെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന ആശാന്മാരുടെ അടുത്തൊന്നും നമ്മൾ ഓലപിടുത്തം എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഡിഗ്രി കിട്ടുന്നത് പോലെയാണ്. ഓലയിൽ അക്ഷരങ്ങളും പിന്നെ കണക്കാണെങ്കിൽ 1 മുതൽ 100 വരെ പഠിക്കാനുള്ളതും പിന്നെ പെരുക്കപ്പട്ടിക സങ്കലന പട്ടികയൊക്കെ ഓലയിൽ എഴുതി കൊടുത്ത അവസാനം ആശാൻകളരി വിട്ട് സ്കൂളിൽ ചേരുന്ന സമയത്ത് തിരിച്ചു പോരുമ്പോൾ ആശാന് കൊടുക്കുന്ന ദക്ഷിണ എന്ന് പറയുന്ന ഒരു മുണ്ടും കുപ്പായവും മാത്രമായിരിക്കും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും പൈസയുള്ളവർ ചിലപ്പോൾ കൊടുത്തതിന് പൈസ ഇല്ലാത്തവർ കൊടുക്കില്ല. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്തിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭവാദൃശാനാം ശിഷ്യാണാം സ്നേഹ ഏവാസ്മാദൃശാനാം ആചാര്യാണാം ദക്ഷിണ, നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ദക്ഷിണ മാത്രം. ശിഷ്യ ഏവൻ ചെയ്ത് അങ്ങനെയെങ്കിൽ മയാ കിം കരണീയം ഇത് ഉപദേശിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയൂ. ഉപദേശിക്കൂ. ആചാര്യ ശിഷ്യ ത്വം സർവദാ സത്യം വദ, നീ എപ്പോഴും സത്യം പറയണം. ധർമ്മം ചര, ധർമ്മമേ ആചരിക്കാവൂ, നല്ല കാര്യങ്ങളെ ചെയ്യാവൂ. ത്വയാ സ്വാധ്യായാത് ന പ്രമതിതവ്യം, സ്വാധ്യായത്തിൽ നിന്ന് നീ തെറ്റിപ്പോലെന്ന് പറഞ്ഞാൽ നീ പഠിക്കാതിരിക്കരുത്. സ്വയം വായനയും പഠനവും തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ് സ്വാധ്യായം. സ്വന്തമായിട്ട് പുസ്തകങ്ങൾ ശേഖരിച്ച് വായിക്കുകയും അതിൽ നിന്ന് തത്വങ്ങൾ ഉൾക്കൊള്ളുകയും അറിയേണ്ടതെല്ലാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുക. അതാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായാത് ന, അതാണ് സ്വാധ്യായം ന പ്രമതിതവ്യം, തെറ്റിപ്പോകാൻ പാടില്ല. അതായത് ഒരു ദിവസം പോലും മറ്റെന്തെങ്കിലുമൊക്കെ വായിക്കുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കരുത്. ധർമാത് ന പ്രമതിതവ്യം, ധർമ്മത്തിൽ നിന്നും നിനക്ക് തെറ്റുപറ്റാൻ പാടില്ല, അധർമ്മം നീ ചെയ്യാൻ പാടില്ല. നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം. ധർമ്മമേ പ്രവർത്തിക്കാവൂ, സത്യമേ പറയാവൂ എന്നൊക്കെയാണ് ആചാര്യൻ ഉപദേശിച്ചത്. ശിഷ്യ അസ്തു അഹം മാതാപിതരോ ദ്രഷ്ടും ത്വരയാമി, എനിക്ക് അച്ഛനമ്മമാരെ കാണുവാൻ തിടുക്കമുണ്ട്. ത്വരയാമി, ഞാൻ തിടുക്കപ്പെടുന്നു. എനിക്ക് എൻ്റെ അച്ഛനമ്മയും കാണാനായിട്ട് എൻ്റെ മനസ്സ് തിടുക്കപ്പെടുന്നു, മനസ്സ് ധൃതി കൂട്ടുന്നു. അതാണ് ത്വരയാമി. ത്വരിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണല്ലോ. ത്വരയാമി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് തിടുക്കം കൂട്ടുന്നു എന്നർത്ഥം. എനിക്ക് അച്ഛനമ്മയും കാണാൻ തിരക്കായി, ധൃതിയായി എന്നർത്ഥം. ആചാര്യ ഭവതു വത്സ, അങ്ങനെ ആകട്ടെ മോനെ. ത്വം മാതൃദേവോ ഭവ, നീ മാതൃദേവനാകണം എന്ന് പറഞ്ഞാൽ നീ അമ്മയെ ദൈവത്തെ പോലെ കാണണം എന്നർത്ഥം. അതായത് അമ്മ ദൈവമായിട്ടുള്ള ആരാണോ അയാളാണ് മാതൃദേവൻ. ഇനി പിതൃദേവോ ഭവ, അച്ഛനെ നീ ദൈവമായി കണക്കാക്കണം. പിതാവ് ദൈവമായിട്ടുള്ള ആർക്കാണോ അയാളാണ് പിതൃദേവൻ. അഭിജാ ആചാര്യ ദേവോ ഭവ, അധ്യാപകനെ നീ ദൈവമായി കണക്കാക്കണം. അതിഥി ദേവോ ഭവ, അതിഥികളെ ദേവന്മാരെ പോലെ കണക്കാക്കണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സൽക്കാരപൂർവ്വം മാത്രമേ അവരെയൊക്കെ കാണാവൂ. ശിഷ്യ ബാഠം, ശരി എന്നാണ് അർത്ഥം. ബാഠം എന്ന് പറഞ്ഞാൽ സാധു, സമീചീനം, ഗുഡ് എന്നൊക്കെ പറയുന്നവരാണ്. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല ഉത്തരം പറഞ്ഞാൽ അധ്യാപകർ വെരി ഗുഡ് എന്നൊക്കെ പറയില്ല. ആ മീനിങ് ആണ് ബാഠം. അഹം ആചാര്യം യഥാതഥം അനുഷ്ഠാമി, ഞാൻ അധ്യാപകരെ അങ്ങനെ തന്നെ കണ്ടുകൊള്ളാം. യഥാതഥം അനുഷ്ഠാമി, അനുഷ്ഠിച്ചുകൊള്ളാം. ആചാര്യൻ എന്തു പറഞ്ഞോ അതെല്ലാം ഞാൻ അനുഷ്ഠിച്ചുകൊള്ളാം. ആചാര്യ മൈവം മായേവം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. യാനി അസ്മാകം സുചരിതാനി, യാനി അസ്മാകം സുചരിതാനി, എന്തൊക്കെയാണോ നമ്മുടെ നല്ല ചരിതങ്ങൾ, നല്ല പ്രവൃത്തികൾ, താനി ത്വയാ ഉപാസ്യാനി, അവയെ നീ ഉപാസിക്കണം. അതായത് എന്ത് നന്മയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ നന്മയെല്ലാം നീ ചെയ്തുകൊണ്ടിരിക്കണം. ത്വയാ ഉപാസ്യാനി, നിന്നാൽ ഉപാസിക്കപ്പെടേണ്ടതാണ്, നീ ചെയ്യേണ്ടതാണ്. എന്തിനു ചെയ്യണം? സുചരിതാനി, നല്ല ചരിതങ്ങൾ, നല്ല പ്രവൃത്തികൾ നീ ചെയ്തുകൊണ്ടിരിക്കണം. യാനി അനവദ്യാനി, അനവദ്യങ്ങളായിട്ടുള്ള യാനി കർമാണി, എന്തൊക്കെ പ്രവൃത്തികളാണോ ദോഷരഹിതമായിട്ടുള്ളത്, താനി സേവിതവ്യാനി,
അവയെയാണ് നീ സേവിക്കേണ്ടത്. അതായത് നല്ല കാര്യങ്ങളാണ് നീ അനുഷ്ഠിക്കേണ്ടത്. അനവദ്യാനി എന്ന് പറഞ്ഞാൽ ദോഷരഹിതാനി. നമ്മൾ മുമ്പത്തെ പാഠത്തിലെ അവദ്യം ദോഷയുക്തം എന്ന് പഠിച്ചപ്പോൾ ഞാൻ അനവദ്യം ദോഷമില്ലാത്തതെന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ യാനി അനവദ്യാനി കർമാണി, യാതൊരു പ്രവൃത്തികളാണോ യാതൊരു ദോഷവും മറ്റുള്ളവർക്ക് ചെയ്യാത്തത് താനി സേവിതവ്യാനി, അങ്ങനെയുള്ള പ്രവൃത്തികളെ ചെയ്യാവൂ. നോ ഇതരാണി. ഇതരാണി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യരുത്. മീൻസ് ഇതരാണി എന്താണ്? അവദ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, ദോഷയുക്തങ്ങളായ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർക്ക് ദോഷകരമായതോ തനിക്ക് ദോഷകരമായതോ ഒന്നും ചെയ്തുകൂടാ. അതാണ് നോ ഇതരാണി. നോ എന്നുള്ളത് നെഗറ്റീവ് പറയുന്നതാണ്, നോട്ട് എന്നുള്ള അർത്ഥമാണ്. ഇതരങ്ങളായിട്ടുള്ള, അതായത് അവദ്യങ്ങളായിട്ടുള്ളത് ചെയ്യാൻ പാടില്ല, അനവദ്യമായത് ദോഷരഹിതമായത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, സുചരിതങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. ശിഷ്യ മയാ ആർജിതാനി സർവാണി ഇതരേഭ്യ ദാതുമിച്ഛാമി. ഞാൻ ആർജിച്ച കാര്യങ്ങൾ, ഞാൻ നേടിയ കാര്യങ്ങൾ, ഞാൻ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ ഗുരുവിൽ നിന്ന് നേടിയ കാര്യങ്ങൾ, അതാണ് ആർജിച്ചവ. ആർജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുക എന്നർത്ഥമാണ്. ആർജിച്ചവ സർവാണി മുഴുവനും ഇതരേഭ്യ ദാതുമിച്ഛാമി, മറ്റുള്ളവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ആചാര്യ വത്സ യത് ദദാസി തത് ശ്രദ്ധയാദേയം. യാതൊന്നാണോ നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ശ്രദ്ധയോടെ കൊടുക്കണം. ശ്രദ്ധയോടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹത്തോടെ കൊടുക്കണം, അതായത് ബഹുമാനത്തോടെ കൊടുക്കണം എന്നർത്ഥം. നമ്മൾ ശ്രാദ്ധം നടത്തുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ ശ്രദ്ധ എന്നുള്ള വാക്കിൽ നിന്നാണ് ശ്രാദ്ധം നടത്തുക. ശ്രദ്ധാഞ്ജലി എന്നൊക്കെ പറയാറുണ്ടല്ലോ. മരിച്ചവരെ ശ്രാദ്ധം നടത്തുക. അതെന്താണ്? അവരെ സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയും ഓർമ്മിക്കുക. അതാണ് ശ്രദ്ധയാദേയം. ആദരവോട് തന്നെ നൽകണം. ഒരാളെ ഒരു സാധനം ചോദിച്ചാൽ നമ്മൾ 10 പേരെ മുമ്പിൽ കൊണ്ടിട്ട് ഇന്നലെ ചോദിച്ച സാധനം എന്നാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാനല്ല വേണ്ടത്. അയാൾ ചോദിച്ചത് അയാൾക്ക് അത്ര അത്യാവശ്യമാണല്ലോ എന്ന് കരുതിയിട്ട് ബഹുമാനപൂർവ്വം കൊടുക്കണം. അതാണ് ശ്രദ്ധയാദേയ. എന്താ ബഹുമാനപൂർവ്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അത്തരമൊരു സൽപ്രവൃത്തി ചെയ്യാൻ നമുക്ക് അവസരം തന്നു. ഒരു ചെറിയൊരു സഹായം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ നമുക്കൊരവസരം തന്ന വ്യക്തി, ആ വ്യക്തിയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വേണം നമ്മളത് കൊടുക്കാൻ. മേടിക്കുന്ന ആളല്ല താങ്ക്സ് പറയേണ്ടത്. അതിൻ്റെ കാരണം ഇതാണ്, നമുക്കങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ ഒരു അവസരം അയാൾ തന്നതാണ്. ഇപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പേന കടം ചോദിച്ചു, ഒരാളോട് അടുത്തിരിക്കുന്ന ആളോട് കടം ചോദിച്ചു. അപ്പോൾ അയാൾ താങ്ക്സ് പറഞ്ഞിട്ടാണ് ആ പേന തന്നത്. അപ്പോൾ താങ്ക്സ് പറഞ്ഞപ്പോൾ ഞാനല്ലേ താങ്ക്സ് പറയേണ്ടതെന്ന് അങ്ങോട്ട് ആ പേന ചോദിച്ച ആൾ പറഞ്ഞു അല്ല, നിങ്ങളല്ല, നിങ്ങൾക്കൊരു പേന കടം തരാനും അങ്ങനത്തെ ഒരു സൽപ്രവൃത്തി ചെയ്യാൻ എനിക്ക് അവസരം തന്നു നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ താങ്ക് യു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നിങ്ങളും അത് ശ്രദ്ധാപൂർവം തന്നെ മനസ്സിലാക്കുകയും ആർക്കും എന്തും കൊടുക്കുമ്പോൾ ബഹുമാനത്തോടെ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറഞ്ഞു പണ്ടാറടങ്ങാനൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ. ഇപ്പോൾ ഭിക്ഷക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കൊടുക്കും. ഒരിക്കലും പാടില്ല അങ്ങനെ. ഭിക്ഷക്കാർ വന്നാൽ 1 രൂപയായാലും 2 രൂപയായാലും 10 രൂപയാണ് നമ്മുടെ ധനത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അയാളോട് ഒരു ബഹുമാനം. അയാൾക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കേണ്ടി വന്നല്ലോ ദൈവമേ, അയാളുടെ ഈ അവസ്ഥ മാറ്റി കൊടുക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. നമ്മളൊന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. അതാണ് ഗുരു പറഞ്ഞത്, ശ്രദ്ധയാദേയം. അശ്രദ്ധയാ അദേയം. അശ്രദ്ധയോടെ കൊടുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും ഒരു 100 രൂപ കടം ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളെ സദസ്സിൽ ഞാനൊരു സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയെന്ന് ഇരിക്കുക. സ്റ്റാഫ് റൂമിലേക്ക് വന്ന് എൻ്റെ സഹാധ്യാപകരൊക്കെ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ടീച്ചറെ എന്നോട് ഇന്നലെ 100 രൂപ ചോദിച്ചില്ലായിരുന്നു, അത് ഇന്നട്ടോ എന്ന് പറഞ്ഞ് തരാൻ പാടില്ല. എനിക്ക് നിങ്ങളങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ പുതുക്കെ കണ്ണ് കാണിച്ച് പുറത്തേക്ക് വിളിച്ചിട്ട് ആരും കാണാതെ വേണം അത് തരാനാണ്. അതാണ് അശ്രദ്ധയാ അദേയം. അശ്രദ്ധയോടെ കൊടുക്കാൻ പാടില്ല, ബഹുമാനപൂർവകമല്ലാതെ കൊടുക്കാൻ പാടില്ല. ശ്രീയാദേയം, ഐശ്വര്യപൂർവ്വമായിട്ട് കൊടുക്കണം. നിനക്ക് ഇനിയും ധാരാളം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ വേണം കൊടുക്കാൻ. ഹ്രിയാദേയം, ലജ്ജ കൊണ്ട് വേണം കൊടുക്കാനായിട്ട്, ലജ്ജിച്ച് വേണം കൊടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, എനിക്ക് അധികം തരാനില്ലല്ലോ എന്നുള്ളൊരു എനിക്കൊരു നാണക്കേട് പോലെ. 100 രൂപ ചോദിച്ചെങ്കിൽ 1000 രൂപ കൊടുക്കേണ്ടതായിരുന്നു എൻ്റെ ടീച്ചർക്ക്, അതെൻ്റെ കയ്യിലില്ലല്ലോ ദൈവമേ എന്നുള്ള ആ ലജ്ജ. എനിക്കിതിൽ കൂടുതൽ തരണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് ലജ്ജാപൂർവ്വം കൊടുക്കണം. ഭിയാദേയം, ഭയത്തോടെ കൊടുക്കണം. ദൈവമേ ഞാൻ ഇത് കൊടുത്തത് കൊണ്ടൊന്നും മാത്രം ആയില്ലല്ലോ, എനിക്കിത്രേ കൊടുക്കാനുള്ളല്ലോ എന്നുള്ള ആ ഭയത്തോടു കൂടി വേണം കൊടുക്കാൻ. സംവിധാദേയം, എന്താണ്? സംഭാഷണപൂർവ്വം കൊടുക്കണം. ഒരു ഭിക്ഷക്കാരൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ധനമില്ലാത്തവൻ, ഒരാവശ്യക്കാരൻ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്കൊന്ന് വേറെ എങ്ങും പോകാൻ കിട്ടിയില്ല അല്ലേ, എന്നോടാണ് ചോദിക്കേണ്ടത്, എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നാലും ഞാൻ എന്തെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞല്ല കൊടുക്കേണ്ടത്. എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അത്യാവശ്യം, ആർക്കെങ്കിലും രോഗമാണോ,
നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അയാളെ സന്തോഷിപ്പിച്ച് അയാളോട് സംഭാഷണം ചെയ്ത് അയാളെ സന്തോഷിപ്പിച്ച് വേണം കൊടുക്കാൻ എന്നാണ്. ശിഷ്യ അസ്തു ആട്ടെ, ഇതപ്പരം വിചികിത്സാ ഭവിഷ്യതി ചെയ്ത് കഥം പരിഹാര്യം. ഇനി എനിക്കങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടായാൽ കഥം പരിഹാര്യം, ഞാനതെങ്ങനെ പരിഹരിക്കും? ആചാര്യ സംശയിച്ചേത് സംശയമുണ്ടായാൽ നിസ്വാർത്ഥിനം, സ്വാർത്ഥതയില്ലാത്തവനും ശമധനയുക്തം, ശമം ധനമായിട്ടുള്ള, അതായത് മാനസിക ഭാവങ്ങളെ സന്തുലനാവസ്ഥയിൽ നിർത്തിയിരിക്കുന്ന, കോപമില്ലാത്ത, ദേഷ്യമില്ലാത്ത, സങ്കടമില്ലാത്ത, ഭയമില്ലാത്ത മനസ്സോടുകൂടി സ്ഥിതി ചെയ്യുന്ന ആചാര്യമുപഗമ്യ, ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുത്ത് എന്ന് സംശയ നിവൃത്തിയും ഗുരു, സംശയം നിവർത്തിക്കണം. അതായത് ഇപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദൂരദേശത്തേക്കായിരിക്കും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ ഗുരുവിൻ്റെ അടുത്ത് തന്നെ വീണ്ടും വരാൻ ചിലപ്പോൾ സാഹചര്യം സമ്മതിച്ചെന്നിരിക്കില്ല. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ശിഷ്യൻ ചോദിച്ചത്. അപ്പോൾ ഗുരു പറയുകയാണ്, നല്ല മാനസിക ഭാവങ്ങളോടുകൂടി നല്ല തികഞ്ഞവനായ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾ പോകാനായിട്ട്. അല്പന്മാരായ ഗുരുക്കന്മാരുടെ അടുത്ത് പോകാൻ പാടില്ല. എടോ, താൻ ഇത്ര നാളും പഠിച്ചിട്ട് എന്തൊന്നും ആയില്ലേ, എനിക്കെന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംശയം ചോദിക്കാൻ പോകരുത് എന്നാണ്. അതാണ് സംശയിച്ചത്. നിസ്വാർത്ഥിനം ശമധനയുക്തം, നിസ്വാർത്ഥനും ശമം ധനമായിട്ടുള്ളവനുമായ, ശമസ്വഭാവമുള്ള ശാന്ത സ്വഭാവമുള്ളവനുമായ ആചാര്യമുപഗമ്യ, ആചാര്യനെ സമീപിച്ച് സംശയ നിവൃത്തിയും ഗുരു, സംശയം നിവർത്തിക്കണം. യശഃ ആദേശ, ഇതാണ് എൻ്റെ നിർദ്ദേശം. യശഃ ഉപദേശ, ഇതാണ് എനിക്ക് നിന്നോട് ഉപദേശിക്കാനുള്ളത്. ഏത് അനുശാസനം, ഇതാണ് എനിക്ക് നിന്നോട് നിർദ്ദേശിക്കാനുള്ളത്. ശുഭാസ്തേ സന്തു ബന്ധാനഃ, നിൻ്റെ മാർഗങ്ങൾ ശുഭകരങ്ങളാവട്ടെ, അതായത് യാത്ര ശുഭകരമാവട്ടെ എന്നർത്ഥം. നമ്മൾ സാധാരണ യാത്ര പോകുന്നവരോടൊക്കെ യാത്ര സുഖകരമാകട്ടെ എന്ന് മംഗളം ആശംസിക്കാറുണ്ടല്ലോ, ശുഭയാത്ര എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ ഇത്. ശുഭാസ്തേ സന്തു പന്ഥാനഹ, തേ പന്ഥാനഹ ശുഭാഹ സന്തു, നിന്റെ പന്ഥാവുകൾ ശുഭകരങ്ങളായി തിരികട്ടെ. പന്ഥാവ് എന്ന് പറഞ്ഞാൽ മാർഗം, വഴി, എനിക്ക് വഴിയിൽ തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇത് ആര് പറഞ്ഞാന്നറിയോ? കാളിദാസൻ പറഞ്ഞതാണ്. അതായത് ശകുന്തള ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ, അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൽ ശകുന്തള ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ ശകുന്തളയെ ആശംസിച്ചൊരു വാദ്യമാണിത്. ശുഭാസ്തേ സന്തു ബന്ധാനഹ, നിന്റെ പന്ഥാവുകൾ, നിന്റെ മാർഗങ്ങൾ, നിന്റെ യാത്ര, നിന്റെ വഴി ശുഭകരമാകട്ടെ, നിനക്ക് യാത്രയിൽ തടസ്സമൊന്നും ഉണ്ടാകാതെ നിന്റെ അച്ഛനമ്മമാരുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിടാം. കുറച്ചുണ്ട് പഠന പ്രവർത്തനങ്ങൾ. അതിപ്പോൾ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് പറയുന്നത് തന്നെയാണ് നല്ലത്. ഒരു അരമണിക്കൂർ സമയം പറയാനുള്ളതുകൊണ്ട് രണ്ടാമത്തെ ഭാഗമായിട്ടിടാം.